നമസ്കാരം. എല്ലാവർക്കും സാപ്പിയൻസ് PSC സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയർ ഫാക്ടുകളെ കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കാണാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്: സ്വദേശി ദർശൻ 2.0. സ്വദേശി ദർശൻ എന്ന് പറയുന്നത് 2014-2015 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു. അതിന്റെ രണ്ടാം ഘട്ടമാണ് സ്വദേശി ദർശൻ 2.0 എന്ന് പറയുന്നത്. ഈ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. സ്വദേശി ദർശൻ 2.0 എന്ന പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കുമരകം, രണ്ട് ബേപ്പൂർ. 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്താണ് ഈ സ്വദേശി ദർശൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോദ സഞ്ചാര മേഖലയുടെ സമഗ്ര വികസനത്തിനായിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ അതിൽ നിന്നും കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട 2 സ്ഥലങ്ങളുടെ പേര് ഓർത്തു വെച്ചോളൂ. പരീക്ഷയ്ക്ക് ആവശ്യപ്പെടും. കുമരകവും ബേപ്പൂരും ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഫിസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം NAFIS. എന്ന് വെച്ചാൽ നാഷണൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് ഫുൾ ഫോം. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. എന്താണ് സംഭവം? പൂർണ്ണരൂപം കിട്ടിയോ നിങ്ങൾക്ക്? NAFIS, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ശ്രദ്ധിക്കൂ, ഇനി സംഭവം പറയാം. രാജ്യത്ത് ഒരു സ്ഥലത്ത് കുറ്റകൃത്യം ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടുന്നവരെ പിടിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി, ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സംരംഭം, ഒരു പദ്ധതിയാണ് ഏത്? നാഫിസ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചു. അടുത്തതിലേക്ക്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഇപ്പോഴത്തെ ഡയറക്ടറുടെ പേരെന്താണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറുടെ പേരാണ് രാകേഷ്. എന്താണ് പേര്? രാകേഷ് എന്നാണ് പേര്. മുഴുവൻ പേര് രാകേഷ് അഗർവാൾ. രാകേഷ് അഗർവാൾ എന്നാണ് പേര്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം രാകേഷ് അഗർവാൾ എന്നാണ് പേര്. രാകേഷ് അഗർവാൾ. അപ്പൊ ആ 3 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. നമ്മൾ സ്വദേശി ദർശൻ 2.0 പറഞ്ഞു, നാഫിസ് പറഞ്ഞു, NIA പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെ പേരെന്താണ്? 16ാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ പേര് വളരെ പ്രധാനപ്പെട്ട പേരാണ്. ഇതിനു മുമ്പ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ട്. സോറി, അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹം ഇപ്പോഴത്തെ 16ാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. 15 ആരായിരുന്നു എന്നറിയാമോ സുഹൃത്തുക്കളെ? 15ാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ പേര് NK സിംഗ് എന്നായിരുന്നു പേര്. 15ാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആയിരുന്നു. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ പേര് KC നിയോഗി എന്നാണ്. ഈ 2 പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ പേര് KC നിയോഗി. 15ാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ പേര് NK സിംഗ്. 16ാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ പേര് അരവിന്ദ് പനഗരിയ. പോയിന്റ് വ്യക്തമല്ലേ? അടുത്തത് മറ്റൊരു പുരസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇന്റർനാഷണൽ പുരസ്കാരമാണ്. യൂറോപ്യൻ രാജ്യം നൽകുന്ന ഒരു പുരസ്കാരമാണ്. സാധാരണ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്ന ഒരു പുരസ്കാരമാണ് ഇറാസ്മസ് പുരസ്കാരം. ഇറാസ്മസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ വ്യക്തിയാണ്. പേര് അമിതാഭ് ഘോഷ്. എന്താണ് പേര്? അമിതാഭ് ബച്ചൻ അല്ല, അമിതാഭ് ഘോഷ്. അമിതാഭ് ഘോഷ് വളരെ പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് ഭാഷയിലുള്ള എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. ഇതിനു മുമ്പ് ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള ആളാണ് അമിതാഭ് ഘോഷ്. അപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിന് ഒരു ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചു. അതിന്റെ പേര് ഇറാസ്മസ് പുരസ്കാരം. പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി. അടുത്ത പോയിന്റിലേക്ക് വരാം. CVC. ഇവിടെ CVC എന്ന് പറഞ്ഞാൽ
സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് നിലവിൽ വന്നു അവിടുന്ന് ആരംഭിക്കാം. 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നു. പോയിന്റ് കിട്ടിയോ? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1964. ഇനി പോയിന്റ് നമ്പർ അടുത്തത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? കമ്മീഷണർ ആര്? ചീഫ് കമ്മീഷണർ ആര്? സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചീഫ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേട്ടോ, എന്താണ് പേര്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ എന്നാണ് പേര്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, അതായത് മുഖ്യ കമ്മീഷണർ ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഇതിനകത്ത് ഒരു കമ്മീഷണറോട് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് AS രാജീവ് എന്നാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയ വ്യക്തിയാണ് AS രാജീവ്. ഇദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേര് പരീക്ഷയ്ക്ക് വരാം, ശ്രദ്ധിക്കൂ. AS രാജീവ്. AS രാജീവ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവ ഓർക്കേണ്ട പേരാണ്. AS രാജീവിനെ അവിടെ നിങ്ങൾ ഓർത്തു വെക്കുന്നത് ഉപകാരപ്പെടും. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. MS സ്വാമിനാഥൻ, കേട്ടിട്ടുള്ള ഒരു പേരാണ് MS സ്വാമിനാഥൻ. അപ്പൊ MS സ്വാമിനാഥന്റെ പേരിൽ നൽകുന്ന ഒരു പുരസ്കാരം, MS സ്വാമിനാഥൻ പുരസ്കാരം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണത കിട്ടൂല. കാരണം MS സ്വാമിനാഥന്റെ പേരിൽ നൽകുന്ന 3 പുരസ്കാരങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 പുരസ്കാരങ്ങളുണ്ട്. അതിന്റെ 3 കൃത്യമായി മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തുക. MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ലീഡർഷിപ്പ് ഇൻ അഗ്രികൾച്ചർ. MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ലീഡർഷിപ്പ് ഇൻ അഗ്രികൾച്ചർ. അത് ലഭിച്ചത് 2024 ലഭിച്ചത് പ്രൊഫസർ VR കമ്പോജിനാണ്. കേട്ടോ, MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ലീഡർഷിപ്പ് ഇൻ അഗ്രികൾച്ചർ ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ VR കമ്പോജിനാണ് ലഭിക്കുന്നത്. അടുത്തത് നോക്കൂ, MS സ്വാമിനാഥൻ ഫുഡ് ആൻഡ് പീസ് പ്രൈസ്. ഇത് 2025 ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ്. MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് 2025 ലഭിക്കുന്നത് പ്രൊഫസർ അഡ്മോള അഡ്നലേക്കാണ് ലഭിക്കുന്നത്. പ്രൊഫസർ അഡ്മോള അഡ്നലെ. പ്രൊഫസർ അഡ്മോള അഡ്നലെ. ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധിക്കും. അടുത്തത്, MS സ്വാമിനാഥൻ അവാർഡ് ഫോർ പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള MS സ്വാമിനാഥൻ പുരസ്കാരം 2024 ലഭിക്കുന്നത് ആനന്ദ് ദർശൻ ശങ്കറിനാണ്. ആനന്ദ് ദർശൻ ശങ്കറിനാണ്. കൺഫ്യൂഷൻ ആയി പോരുത്, അതുകൊണ്ടാണ് 3 എണ്ണവും ഒരുമിച്ച് തന്നെ പറഞ്ഞത്. ഓക്കെ ആണോ? MS സ്വാമിനാഥന്റെ പേരിൽ 3 പുരസ്കാരമുണ്ട്. ആ 3 പുരസ്കാരവും ഇവിടെ കൃത്യമായി ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തതിലേക്ക് വരാം. ഈ MS സ്വാമിനാഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം, അതിന്റെ താഴെയുള്ള പത്മവിഭൂഷൺ, അതിന്റെ താഴെയുള്ള പത്മഭൂഷൺ, അതിന്റെ താഴെയുള്ള പത്മശ്രീ, ഇത്രയും ലഭിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഭാരതരത്നം ലഭിക്കുന്നത് 2024 പത്മവിഭൂഷൺ ലഭിക്കുന്നത് 1989 പത്മഭൂഷൺ ലഭിക്കുന്നത് 1972 പത്മശ്രീ ലഭിക്കുന്നത് 1967 MS സ്വാമിനാഥന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. 1967 അദ്ദേഹത്തിന് പത്മശ്രീയും 1972 അദ്ദേഹത്തിന് പത്മഭൂഷണും 1989 പത്മവിഭൂഷണും 2024 ഭാരതരത്നയും MS സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടി നിങ്ങൾ ഓർത്തു വെക്കും. അടുത്ത പോയിന്റിലേക്ക് വരട്ടെ. ഡോക്ടർ BR അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിജയവാഡ. ആന്ധ്രാപ്രദേശിന്റെ വ്യാവസായിക തലസ്ഥാനമായ വിജയവാഡയിലാണ് BR അംബേദ്കറിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈനിക സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ്? വൃന്ദാവൻ. ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് നിലവിൽ വന്നത്. ഈ ഒരു സ്ലൈഡിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു പോയിന്റിലേക്ക്, ലൈറ്റ് പൊല്യൂഷൻ കുറവുള്ള സ്ഥലം, അതുകൊണ്ട് തന്നെ ആകാശ കാഴ്ചകൾ വ്യക്തമായിരിക്കും. ലൈറ്റ് പൊല്യൂഷൻ കുറവുള്ള, ആകാശ കാഴ്ചകൾ വ്യക്തമായിട്ടുള്ള ഡാർക്ക്
സ്കൈ റിസർവ് പാർക്ക്. ഇന്ത്യയിലെ രാജ്യത്ത് ആദ്യമായി ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവിലാണ് വരുന്നത്. അത് മഹാരാഷ്ട്രയിലാണ്. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്, പെഞ്ച് ടൈഗർ റിസർവ് എവിടെ? മഹാരാഷ്ട്ര. ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെ? പെഞ്ച് ടൈഗർ റിസർവ്. കിട്ടിയോ? രാജ്യത്തെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്, അതെവിടെ? മഹാരാഷ്ട്ര. പോയിന്റ് വ്യക്തമാണെന്ന് വിചാരിക്കും. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ സെലക്ട് ചെയ്യുന്ന സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം 2023 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുത്തത് സൂററ്റ്, ഗുജറാത്ത്, ഇൻഡോർ, മധ്യപ്രദേശ്. ഈ രണ്ട് നഗരങ്ങളെ തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം 2023 രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള രണ്ട് നഗരങ്ങൾ ഏതൊക്കെയാണ്? സൂററ്റും ഇൻഡോറുമാണ്. പോയിന്റ് വ്യക്തമായി എന്ന് വിചാരിക്കും. അടുത്ത പോയിന്റിലേക്ക് വരാം. 2 തവണ ഡൽഹി പോലീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച വനിതാ IPS ഉദ്യോഗസ്ഥയുടെ പേര് ശ്വേത കെ സുഗതൻ. ശ്വേത കെ സുഗതൻ, പേര് കിട്ടിയോ? ശ്വേത കെ സുഗതൻ 2 തവണ ഡൽഹി പോലീസിനെ നയിച്ചു. റിപ്പബ്ലിക് ദിന പരേഡ് 2024 നയിച്ചു. ഓക്കെ ആണ്, ആ പോയിന്റും സെറ്റ്. അടുത്ത പോയിന്റിലേക്ക് വരാം. രാജ്യത്തെ ആദ്യത്തെ AI നഗരമായി മാറുന്നത് ഏതാണ്? അത് ലക്നൗ ആണ്. ലക്നൗ ഉത്തർപ്രദേശിലാണ്. രാജ്യത്തെ ആദ്യത്തെ AI നഗരമായി ലക്നൗ മാറുകയാണ്. ലക്നൗ ഉത്തർപ്രദേശിലാണ്. ലക്നൗ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഗോമതി നദിയുടെ തീരത്താണ്. ലക്നൗ ഗോമതിയുടെ തീരത്താണ്. ശരി, അടുത്ത പോയിന്റിലേക്ക് വരാം. സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് നമുക്കറിയാം 1950 ജനുവരി മാസം 26-നാണ്. 1950 ജനുവരി 26-ന് സുപ്രീം കോടതി നിലവിൽ വന്നു. അതിന്റെ വജ്ര ജൂബിലിയാണ് 2024. 2024-ൽ സുപ്രീം കോടതി നിലവിൽ വന്നതിന്റെ വജ്ര ജൂബിലി. പോയിന്റ് ഓർത്തു. നെക്സ്റ്റ്, തമിഴ്നാട്ടിലെ ഈറോഡിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. എന്താണ് പേര്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. എവിടെയാണ്? തമിഴ്നാട്. നെക്സ്റ്റ് വൺ, ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെ? പാട്ന. ബീഹാറിലെ പാട്നയിലാണ് ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത്. 2024-ൽ യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡാണ്. യൂണിഫോം സിവിൽ കോഡ് 2024-ൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് UPI. ഇതിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാം. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഓക്കെ ആണോ? യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ആണ് UPI. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റമായ UPI. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റമാണ് UPI. ഈ UPI സിസ്റ്റം അവതരിപ്പിച്ചത് യൂറോപ്പിലെ ഏത് സ്ഥലമാണ്? ഈഫേൽ ടവർ. പാരീസിലെ ഈഫേൽ ടവറിൽ എന്ത് അവതരിപ്പിച്ചു? UPI സിസ്റ്റം അവതരിപ്പിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏത്? ഈഫേൽ ടവർ. പോയിന്റ് ക്ലിയർ ആണ്. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള പട്ടണങ്ങളിൽ 4-ാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു എൻട്രി ഉണ്ട്. ബാംഗ്ലൂരാണ്. ബംഗലൂരു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ളത് എവിടെ? ബംഗലൂരു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള 4-ാമത്തെ നഗരവും ബംഗലൂരു. നെക്സ്റ്റ്, ഷാഹുൽ ഹമീദ് സംഗീതവുമായി പാട്ടുകാരനായ വ്യക്തിയാണ്, മരിച്ചുപോയ വ്യക്തിയാണ്. ബംബ ബാക്കിയ, അദ്ദേഹവും മരിച്ചുപോയ ഗായകൻ. ഇവർ രണ്ടുപേരുടെയും ശബ്ദം നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി വീണ്ടും ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ AR റഹ്മാനാണ്. ആരുടെ? ഷാഹുൽ ഹമീദിന്റെയും ബംബ ബാക്കിയയുടെയും. നെക്സ്റ്റ് പോയിന്റ്,
2024 റിപ്പബ്ലിക് ദിന പരേഡിനോട് അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയം? 75 രൂപയുടെ നാണയം. എന്താ കാര്യം? 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയി. 2024 ജനുവരി 26-ന് 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷം. അപ്പൊ 75 രൂപയുടെ നാണയം പുറത്തിറക്കി. പോയിന്റ് വ്യക്തമല്ലേ? ശരി. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആര്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചോദ്യമാണ്. കരസേനയിലേക്കുള്ള ആദ്യത്തെ വനിതാ സുബേദാറിന്റെ പേര് പ്രീതി റജക്. ഓർത്തു വെച്ചോളൂ, പ്രീതി റജക് എന്നാണ് പേര്. പ്രീതി റജക്. നെക്സ്റ്റ് വൺ. ബഹിരാകാശ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോ വ്യക്തികളോ നിങ്ങൾക്കറിയാം എങ്കിൽ ഒരു കാര്യം പറയട്ടെ. ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു സ്വകാര്യ പരിശീലന കേന്ദ്രം ഇന്ത്യയിൽ വന്നു. എവിടെ? നവി മുംബൈ. ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വകാര്യ പരിശീലന കേന്ദ്രം വന്നത് എവിടെ? നവി മുംബൈ ആണ്. നവി. അപ്പൊ ആ പോയിന്റും അവിടെ വ്യക്തമാണ്. നെക്സ്റ്റ് വൺ. 2024 ഭാരത് രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിൽ 5 പേർക്ക് പുരസ്കാരം ലഭിച്ചു. 2024 ഭാരത് രത്ന പുരസ്കാരം ലഭിച്ചത് 5 പേർക്കാണ്. ഈ 5 പേരിൽ 4 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിക്കുന്നത്? ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് PV നരസിംഹറാവു. നമുക്കറിയാം 1991-ലെ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹ. അടുത്തത് ചൗധരി ചരൺ സിംഗ്. ചൗധരി ചരൺ സിംഗിന്റെ ബർത്ത്ഡേ ഒക്കെ ദേശീയ കർഷക ദിനമായിട്ടൊക്കെ ആചരിക്കുന്നു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അടുത്തത് MS സ്വാമിനാഥൻ. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. അടുത്തത് കർപ്പൂരി താക്കൂർ, മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്. കർപ്പൂരി താക്കൂർ. ഇവർ 4 പേർക്ക് മരണാനന്തര ബഹുമതിയായി എന്ത് ലഭിച്ചു? ഭാരതരത്നം ലഭിച്ചു. കൂടുതൽ ഒരാളോട് ഉണ്ടായിരുന്നു, ലാൽ കൃഷ്ണ അദ്വാനി, LK അദ്വാനി. അപ്പൊ മരണാനന്തരം ലഭിക്കുന്നത് ഇവർ 4 പേർക്കാണ്. കൂടെ ഒരാളോട് ഉണ്ടായിരുന്നു, LK അദ്വാനി, ലാൽ കൃഷ്ണ അദ്വാനി, ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി. അപ്പൊ ആ പോയിന്റ് അവിടെ വ്യക്തമാണ്. അടുത്തത് ഹെയ്തിയിൽ കലാപം നടന്നു. ഹെയ്തിയിൽ കലാപം നടന്നപ്പോൾ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെയാണല്ലോ. ഹെയ്തിയിൽ കലാപം നടന്നു, അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പൊ അവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തണം. അതിന്റെ പേര് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്തിയിൽ കലാപം നടന്നപ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിനായി ആരംഭിച്ച ദൗത്യത്തിന്റെ പേര്, ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്ന ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ആ പോയിന്റും വ്യക്തമാണ്. ആനപ്പാപ്പാൻ ഒരു വനിത, പേര് പാർവതി ബറുവ. അസം സ്വദേശിയായ പാർവതി ബറുവ 2024 പത്മശ്രീ ലഭിച്ചായിരുന്നു. 2024 പത്മശ്രീ ലഭിച്ച ആനപ്പാപ്പാനായ അസം സ്വദേശിയുടെ പേരാണ് പാർവതി ബറുവ. പോയിന്റ് വ്യക്തമാണെന്ന് വിചാരിക്കും. ഓക്കെ. അടുത്തത് പൊഖ്റാൻ. രാജസ്ഥാനിലാണ് പൊഖ്റാൻ എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു എന്താണ് ഒരു കവിതയൊക്കെ ഉണ്ട്. അങ്ങ് പൊഖ്റാനിലെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. പോട്ടെ. അപ്പൊ പൊഖ്റാനിൽ വെച്ച് ഇന്ത്യയുടെ ഒരു സൈനിക അഭ്യാസം 2024 നടന്നു. അതാണ് വായു ശക്തി. പൊഖ്റാനിൽ വെച്ച് ഇന്ത്യയിൽ നടന്ന 2024 നടന്ന ഇന്ത്യയുടെ ഒരു സൈനികാഭ്യാസമാണ് വായു ശക്തി. അടുത്തത് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. 2024 ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. ആ പോയിന്റും അവിടെ മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി നടത്തിയ ഒരു സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡബിൾ സ്ട്രൈക്ക്. കരസേന ഒറ്റയ്ക്ക് തന്നെ വയ്യ. അപ്പൊ കരസേനയും വ്യോമസേനയോടാകുമ്പോ അത് ഡബിൾ സ്ട്രൈക്ക് തന്നെയാണ്. ഡബിൾ സ്ട്രൈക്ക്. അടുത്തത് ഡെസേർട്ട് സൈക്ലോൺ. അത് ഇന്ത്യയും UAEയും തമ്മിലുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ്. ഡെസേർട്ട് സൈക്ലോൺ. ആരൊക്കെ? ഇന്ത്യ, UAE. 2 പോയിന്റും വ്യക്തമാണല്ലോ. അടുത്ത പോയിന്റ് എന്താണ് എക്സ്പോസാറ്റ്? എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ദൗത്യമാണ് എക്സ്പോസാറ്റ്. PSLV
C-58 എന്ന് പറയുന്ന ദൗത്യത്തിലാണ് എക്സ്പോസാറ്റ് ഇന്ത്യ വിക്ഷേപിക്കുന്നത്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. അപ്പൊ എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ദൗത്യമാണ്. 2024 ഇത് പരീക്ഷിക്കുന്നത്. ഓക്കെ, പോയിന്റ് വ്യക്തമാണ്. നെക്സ്റ്റ് വൺ, ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്നാണ്. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഇത് എന്തിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള, ഇപ്പൊ ഇൻസാറ്റ് എന്ന് പറയുന്ന സീരീസ് നേരത്തെ തൊട്ട് ഇന്ത്യയുടെ ബഹിരാകാശത്തിലുള്ള പുതിയതിന്റെ പേര് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3 എന്ന് മാത്രം പഠിക്കരുത്, അത് വേറെയാണ്. ഇൻസാറ്റ് 3DS എന്താ അത്? ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും നിരീക്ഷിക്കുന്നതിനായിട്ടുള്ള ഉപഗ്രഹത്തിന്റെ പേരാണ് ഇൻസാറ്റ് 3DS. തേർഡ് ജനറേഷൻ എന്നാണ്. തേർഡ് ജനറേഷൻ സിസ്റ്റം. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, തേർഡ് ജനറേഷൻ സിസ്റ്റം. അപ്പൊ ഇൻസാറ്റ് 3DS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാലാവസ്ഥയെയും സമുദ്ര നിരീക്ഷണത്തെയും കുറിച്ചും പഠിക്കുന്നതിനായിട്ടുള്ള ഒരു ഉപഗ്രഹമാണ്, ഒരു കൃത്രിമ ഉപഗ്രഹമാണ്. അതിനെ കൊണ്ടുപോയ വാഹനത്തിന്റെ പേരാണ് GSLV F-14. GSLV F-14. പോയിന്റ് വ്യക്തമാണെന്ന് വിചാരിക്കും. അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഒരു പോയം. പോയമോ? അതെ, പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കവിതയല്ല കേട്ടോ. പി എന്ന് പറഞ്ഞാൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 3. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 3, അതാണ് പോയം 3. എന്താ സംഭവം? ബഹിരാകാശത്തെ മാലിന്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് പോയം 3. ബഹിരാകാശ മാലിന്യവും, അത് കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചതിന് ശേഷം ബഹിരാകാശത്ത് വരുന്ന മാലിന്യം ഒക്കെ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് പോയം. പോയിന്റ് വ്യക്തമല്ലേ? അടുത്തത്, 6 ബഡ്ജറ്റ് അവതരിപ്പിച്ച, ഒന്നുകൂടെ പറയാം, 6 ബഡ്ജറ്റ് തുടർച്ചയായി അവതരിപ്പിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ ധനകാര്യമന്ത്രിയുടെ പേരാണ് നിർമ്മല സീതാരാമൻ. 6 ധനകാര്യ ബഡ്ജറ്റ് തുടർച്ചയായി അവതരിപ്പിച്ച രണ്ടാമത്തെ ധനകാര്യമന്ത്രിയാണ് ആര്? നിർമ്മല സീതാരാമൻ. ഒന്നാമത്തത് മൊറാർജി ദേശായി. ഈ പോയിന്റും നിങ്ങൾ ഓർത്തു. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്. എന്താണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്? ഇതൊരു ചെറുകഥയാണ്. ചെറുകഥ. അപ്പൊ എന്താണ് ഈ ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്ന ചെറുകഥ? ആരെഴുതിയതാണ്? ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസിന്റേതായ ഒരു ചെറുകഥയാണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്നത് ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസിന്റേതാണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. ആരാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ? രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ. ആ പോയിന്റിലൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ശരി. നെക്സ്റ്റ് വൺ, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് മേധാവിയായ ഇന്ത്യൻ വംശജൻ ആരാണ്? ചോദിക്കാവുന്ന ചോദ്യമാണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന വമ്പൻ കമ്പനിയുടെ വിൻഡോസിന്റെ മേധാവിയായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവലൂരി. ഓർത്തു വെച്ചോളൂ. പവൻ എന്ന് വെച്ചാൽ കാറ്റ്. പവൻ ധവലൂരി. നെക്സ്റ്റ് വൺ, അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ മദ്യപിക്കാതെയോ ഡാർലിംഗ് എന്ന് വിശേഷിപ്പിച്ചാൽ അത് ലൈംഗിക അതിക്രമമായി കണക്കാക്കും എന്ന വിധി പ്രഖ്യാപിച്ചത് ഏത് ഹൈക്കോടതി? കൽക്കട്ട ഹൈക്കോടതി. പോയിന്റ് ഓർത്ത് വെച്ചോ. എന്താണ് ഞാൻ പറഞ്ഞത്? ഡാർലിംഗ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹത്തോട് പറയൂ. കൽക്കട്ട ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. എന്താണ്? മദ്യപിച്ചോ മദ്യപിക്കാതെയോ അപരിചിതരായ സ്ത്രീകളെ ഡാർലിംഗ് എന്ന് അഭിസംബോധന ചെയ്താൽ അത് ലൈംഗിക അതിക്രമമായി കണക്കാക്കും എന്ന് പറഞ്ഞത് ഏത് ഹൈക്കോടതി? കൽക്കട്ട ഹൈക്കോടതി. പോയിന്റ് ക്ലിയർ ആണ്. ചന്ദ്രയാൻ 3യുടെ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച ഒരു പേര് നൽകി. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പേരിന് അംഗീകാരം നൽകി. എന്താണ് ആ പേര്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറായ വിക്രം ലാൻഡർ ഇടിച്ച് ഇറങ്ങിയ താഴ്ന്നിറങ്ങിയ ആ സ്ഥലം
അതിന്റെ പേരെന്താണ്? ആ പോയിന്റിന്റെ പേര്, ആ ചന്ദ്രയാനിലെ ആ സ്ഥലത്തിന്റെ പേരാണ് ശിവശക്തി പോയിന്റ്. ഓക്കെ. അപ്പം ഈ ഒരു ക്ലാസ്സിൽ കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി എന്ന പ്രതീക്ഷയോടുകൂടി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഈ ഭാഗത്ത് നിന്ന്, ഈ ഒരു സീരീസ് ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.